പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് എൻ്റെ ഡാഡിയുടെ പുതിയ പുസ്തകമായ ശാലു പറഞ്ഞതും സുഗന്ധി പറയാതിരുന്നതും എന്ന പുസ്തകത്തിന്റെ റിലീസിനെ തുടർന്ന് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണവും അതുപോലെ തന്നെ ഞാൻ അറിയുന്ന എൻ്റെ ഡാഡിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്തിരുന്നത്. അതിനുശേഷം ഒരുപാട് ആളുകൾ നേരിട്ടും അല്ലാതെയും ആ പോസ്റ്റിന് താഴെയും ഒക്കെയായിട്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. അവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഉപാധികളാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ജീവിത വീക്ഷണവും ചിന്താഗതികളുമുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് വായിക്കുന്ന വായനക്കാരിലേക്കും അവരുടെ ആ ഒരു വെളിച്ചം പകർന്നു കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്കൊരു 100% ഉറപ്പോടുകൂടി തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഞാൻ അറിയുന്ന എൻ്റെ ഡാഡി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് നന്മയും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു പോസിറ്റിവിറ്റി ഞങ്ങളുടെ ലൈഫിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ആ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എൻ്റെ ഡാഡിയുടെ ഒരു കവിതകൾ അടങ്ങുന്ന പുസ്തകം റിലീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം പണ്ട് കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കും കവിതാ രചനയ്ക്കൊക്കെ സമ്മാനം കിട്ടാറുണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ ഡാഡി എഴുതുന്ന കവിതകൾക്ക് അത്രത്തോളം മേന്മയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ള കവിതയുടെ സമാഹാരം ഡാഡിയുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അപ്പം അത് ഇറക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. പക്ഷെ പുസ്തകങ്ങൾ എപ്പോഴും നല്ലതാണ്. വായനക്കാരിലേക്ക് ഒരു വ്യക്തിയുടെ ആശയങ്ങൾ എത്തിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് കഥകൾ എന്ന് പറയുന്നതും നല്ലൊരു മാർഗം തന്നെയാണ്. അപ്പം എൻ്റെ ഡാഡിക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്.